ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, നമുക്ക് യൂട്യൂബിൽ 4000 വാച്ച് ടൈമും അതേപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സിനെയും അരമണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് തമാശയ്ക്ക് പറയുകയാണെന്ന്, അല്ലെങ്കിൽ വെറുതെ പറയുകയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ട്രിക്ക് എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് യൂട്യൂബ് അയക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എങ്ങനെയാണ് നമുക്ക് 4000 വാച്ച് ടൈം അരമണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക എന്നതാണ്. ഇപ്പം നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, ആ വീഡിയോ ആകെ 1 മിനിറ്റേ ഉള്ളൂ എന്ന് കരുതുക. അപ്പോൾ ഇത് യൂട്യൂബ് ഒരു 10,000 പേരിലേക്ക് ഇംപ്രഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ഒരു 1000 ആൾ നമ്മളുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു, ഫുള്ള് വാച്ച് ചെയ്തു എന്ന് കരുതുക. അപ്പം നമുക്ക് ആകെ ഈ 1000 ആൾക്കാർ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആകെ വാച്ച് ടൈം എന്ന് പറയുന്നത് വെറും 1000 മിനിറ്റാണ്. അപ്പം നേരെ മറിച്ച് നമ്മൾ ഇനി പറയുന്ന പോയിൻ്റാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പം നമ്മളൊരു 10 മിനിറ്റുള്ള വീഡിയോ ആണ് ഇടുന്നതെന്ന് കരുതുക. അത് ഇതേപോലെ തന്നെ യൂട്യൂബ് ഒരു 10,000 ആളിലേക്ക് ഇംപ്രഷൻ കൊടുത്തു. അതിൽ നിന്ന് നമുക്ക് ഒരു 1000 വ്യൂസ് തന്നെ കൂട്ടിക്കോളൂ. 1000 വ്യൂസ് നമുക്ക് ലഭിച്ചു. അതിൽ നിന്ന് ഈ വ്യൂസ് ലഭിച്ചതിൽ നിന്ന് എല്ലാവരും ഏകദേശം ഫുള്ളായിട്ടും വാച്ച് ചെയ്തു എന്ന് വിചാരിക്കുക. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാച്ച് ടൈം എന്ന് പറയുന്നത് 6000 മിനിറ്റാണ്. നേരത്തെ നമ്മൾ എത്രയാണ് പറഞ്ഞത്? 1 മിനിറ്റുള്ള വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് ആകെ കിട്ടുന്നത് 1000 മിനിറ്റാണ്. അപ്പം നമ്മൾ ഒരു 10 മിനിറ്റുള്ള വീഡിയോ ഇട്ടിട്ട് ഇത് ഫുള്ളായിട്ട് ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 6000 മിനിറ്റാണ്. അപ്പോൾ ആ കണക്കിന് നിങ്ങളൊന്ന് കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ 1 മണിക്കൂറുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു യൂട്യൂബ് ഇതേപോലെ തന്നെ ഒരു 10,000 ആളിലേക്ക് ഇംപ്രഷൻ ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. ഒരു 1000 ആൾ തന്നെ കണ്ടു എന്ന് വിചാരിക്കുക. അത് ഏകദേശം ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന മണിക്കൂർ എത്രയാണ്? 1000 മണിക്കൂർ കിട്ടും. 1000 മണിക്കൂർ കിട്ടും. അപ്പം ഇതേ കണ്ടീഷനിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളുടെ വീഡിയോ ഒരു 4000 ആൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സമയത്ത് റെഡിയാകുമോ? തീർച്ചയായിട്ടും ആരെക്കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ 4000 ആൾ വാച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു 500 ആൾ സബ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയ്ക്കും നമ്മൾക്ക് ഇതേപോലെ റീച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളല്ല പരിപാടി. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഫുള്ള് വാച്ച് ടൈം കിട്ടുന്ന എത്രത്തോളം നമുക്ക് വീഡിയോ ലെങ്ത് ആക്കാൻ പറ്റുമോ, ലോങ് ആക്കി ചെയ്യാൻ പറ്റുമോ അത്രയും ലോങ് ആക്കി ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാനുള്ള ഒരു സംഗതി കൂടി വീഡിയോയിൽ വേണം. എന്നാൽ മാത്രമേ ഓഡിയൻസ് വീഡിയോയിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ വൈറലാകുന്ന സമയത്ത് വൈറലാകട്ടെ. നമ്മൾ ഇടുന്ന വീഡിയോ പരമാവധി 10 മിനിറ്റും 15 മിനിറ്റും 20 മിനിറ്റൊക്കെ ഇടാൻ പറ്റുകയാണെങ്കിൽ ഇട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ തന്നെ നമുക്കതിന് എന്തായി? വാച്ച് ടൈമും കിട്ടി, അതേപോലെ തന്നെ സബും കിട്ടി. ഇപ്പോൾ കംപ്ലീറ്റ് ആവുമോ സംഗതി? എത്ര നിസാരമാണ് സംഗതി. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമ്മളെ കൊണ്ട് സാധിക്കുമോ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാനെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ട്രിക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ഇടുന്ന വീഡിയോസ് നല്ല അടിപൊളിയായിട്ട് ഇടുക, അതേപോലെ തന്നെ നല്ല ലെങ്ത് ആയിട്ട് ഇടാൻ ശ്രമിക്കുക. പരമാവധി 10 മിനിറ്റിന് മുകളിലേക്ക് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വിഷയം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ, ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ് ചെയ്യുക, അതേപോലെ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.